ഹായ് ഫ്രണ്ട്സ്, ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് PSC സാധാരണ ചോദിക്കുന്ന തിരഞ്ഞെടുത്ത ചോദ്യങ്ങളാണ്. ഇന്ന് ഈ വീഡിയോയിൽ 50 ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തീർച്ചയായും നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്പെടും. എല്ലാ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കണം. നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആദ്യത്തെ ചോദ്യം, ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹം ഏത്? ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹം ഏത്? ശുക്രൻ. സത്യം ശിവം സുന്ദരം എന്നത് ഏതിൻ്റെ ആപ്തവാക്യമാണ്? സത്യം ശിവം സുന്ദരം എന്നത് ഏതിൻ്റെ ആപ്തവാക്യമാണ്? ദൂരദർശൻ. മനുഷ്യൻ കണ്ടുപിടിച്ച ആദ്യത്തെ ലോഹം. മനുഷ്യൻ കണ്ടുപിടിച്ച ആദ്യത്തെ ലോഹം ചെമ്പ്. പ്രതിധ്വനി ഉപയോഗിച്ച് ഇരട്ട തേടുന്ന പക്ഷി. പ്രതിധ്വനി ഉപയോഗിച്ച് ഇരട്ട തേടുന്ന പക്ഷി വവ്വാൽ. കരിമ്പ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം. കരിമ്പ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ്. ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയായിട്ടുള്ള ഇന്ത്യൻ സംസ്ഥാനം. ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയായിട്ടുള്ള ഇന്ത്യൻ സംസ്ഥാനം നാഗാലാൻഡ്. നീർമാതളം പൂത്ത കാലം ആരുടെ കൃതിയാണ്? നീർമാതളം പൂത്ത കാലം ആരുടെ കൃതിയാണ്? മാധവിക്കുട്ടി. പാർലമെന്റിനെ അഭിമുഖീകരിക്കാത്ത ഏക ഇന്ത്യൻ പ്രധാനമന്ത്രി. പാർലമെന്റിനെ അഭിമുഖീകരിക്കാത്ത ഏക ഇന്ത്യൻ പ്രധാനമന്ത്രി ചരൺ സിംഗ്. ഹരിത വിപ്ലവത്തിന് ഇന്ത്യയിൽ നേതൃത്വം നൽകിയത് ആര്? ഹരിത വിപ്ലവത്തിന് ഇന്ത്യയിൽ നേതൃത്വം നൽകിയത് ആര്? MS സ്വാമിനാഥൻ. അക്ബർ ചക്രവർത്തി നിർമ്മിച്ച തലസ്ഥാന നഗരം. അക്ബർ ചക്രവർത്തി നിർമ്മിച്ച തലസ്ഥാന നഗരം ഫത്തേപൂർ സിക്രി. കായാതരൺ എന്ന ചലച്ചിത്രം NS മാധവന്റെ ഏത് കഥയെ ആസ്പദമാക്കിയാണ്? കായാതരൺ എന്ന ചലച്ചിത്രം NS മാധവന്റെ ഏത് കഥയെ ആസ്പദമാക്കിയാണ്? വൻമരങ്ങൾ വീഴുമ്പോൾ. അന്തരീക്ഷത്തിലെ ഏറ്റവും താപനില കുറഞ്ഞ മണ്ഡലം ഏതാണ്? അന്തരീക്ഷത്തിലെ ഏറ്റവും താപനില കുറഞ്ഞ മണ്ഡലം ഏതാണ്? മീസോസ്ഫിയർ. ഒറീസയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ഒറീസയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാണ്? മഹാനദി. ഇന്ത്യയിൽ ഹരിത വിപ്ലവം തുടങ്ങിയ സമയത്തെ കേന്ദ്ര കൃഷി വകുപ്പ് മന്ത്രി ആരായിരുന്നു? ഇന്ത്യയിൽ ഹരിത വിപ്ലവം തുടങ്ങിയ സമയത്തെ കേന്ദ്ര കൃഷി വകുപ്പ് മന്ത്രി ആരായിരുന്നു? C. സുബ്രഹ്മണ്യം. വല്ലാർപാടം കണ്ടെയ്നർ നിർമ്മിക്കുന്നത് എവിടെയാണ്? വല്ലാർപാടം കണ്ടെയ്നർ നിർമ്മിക്കുന്നത് എവിടെയാണ്? കൊച്ചി. എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ് 0 കെൽവിൻ എന്ന് പറയുന്നത്? എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ് 0 കെൽവിൻ എന്ന് പറയുന്നത്? 273 ഡിഗ്രി സെൽഷ്യസ്. ഏതു ഹോർമോണിന്റെ അഭാവമാണ് അരോചക പ്രമേഹത്തിന് കാരണം? ഏത് ഹോർമോണിന്റെ അഭാവമാണ് അരോചക പ്രമേഹത്തിനു കാരണം? വാസോപ്രസിൻ. ഇൽത്തുമിഷ് ഏത് വംശത്തിൽപ്പെട്ട ഭരണാധികാരിയാണ്? ഇൽത്തുമിഷ് ഏത് വംശത്തിൽപ്പെട്ട ഭരണാധികാരിയാണ്? അടിമവംശം. സ്വരാജ് പാർട്ടിയുടെ പ്രസിഡന്റ് ആരായിരുന്നു? സ്വരാജ് പാർട്ടിയുടെ പ്രസിഡന്റ് ആരായിരുന്നു? CR ദാസ്. എയ്ല ഷാപ്പേൽ സന്ധി പ്രകാരം അവസാനിച്ച യുദ്ധമേത്? എയ്ല ഷാപ്പേൽ സന്ധി പ്രകാരം അവസാനിച്ച യുദ്ധമേത്? ഒന്നാം കർണാട്ടിക് യുദ്ധം.
ടൂറിസത്തെ വ്യവസായമായി അംഗീകരിച്ച ആദ്യ സംസ്ഥാനം. ടൂറിസത്തെ വ്യവസായമായി അംഗീകരിച്ച ആദ്യ സംസ്ഥാനം കേരളം. വിങ്സ് ഓഫ് ഫയർ എന്ന കൃതിയുടെ കർത്താവ് ആര്? വിങ്സ് ഓഫ് ഫയർ എന്ന കൃതിയുടെ കർത്താവ് ആര്? APJ അബ്ദുൽ കലാം. വിറ്റാമിൻ സിയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം ഏത്? വിറ്റാമിൻ സിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ഏത്? സ്കർവി. സിംല കരാറിൽ ഒപ്പുവെച്ച നേതാക്കൾ ആരെല്ലാം? സിംല കരാറിൽ ഒപ്പുവെച്ച നേതാക്കൾ ആരെല്ലാം? ഇന്ദിരാഗാന്ധി, സുൽഫിക്കർ അലി ഭൂട്ടോ. ഇന്ത്യൻ രൂപയ്ക്ക് ചിഹ്നം നൽകിയ വ്യക്തി ആര്? ഇന്ത്യൻ രൂപയ്ക്ക് ചിഹ്നം നൽകിയ വ്യക്തി ആര്? D. ഉദയകുമാർ. ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്ന നദി ഏത്? ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്ന നദി ഏത്? കാവേരി. കേരള വ്യാസൻ എന്നറിയപ്പെടുന്നത് ആര്? കേരള വ്യാസൻ എന്നറിയപ്പെടുന്നത് ആര്? കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. സാമൂതിരി സദസ്സിലെ സാഹിത്യ പ്രതിഭകളായ 18 കവികളിൽ അരക്കവി ആരാണ്? സാമൂതിരി സദസ്സിലെ സാഹിത്യ പ്രതിഭകളായ 18 കവികളിൽ അരക്കവി ആരാണ്? പൂനം നമ്പൂതിരി. ഗാന്ധിജിയുടെ രാഷ്ട്രീയ പരീക്ഷണശാല എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഏത് രാജ്യമാണ്? ഗാന്ധിജിയുടെ രാഷ്ട്രീയ പരീക്ഷണശാല എന്ന് വിശേഷിക്കപ്പെടുന്നത് ഏത് രാജ്യമാണ്? ദക്ഷിണാഫ്രിക്ക. സിന്ധു നദീതട സംസ്കാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്തായിരുന്നു? സിന്ധു നദീതട സംസ്കാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്തായിരുന്നു? നഗരാസൂത്രണം. ചിങ്ങം 1 ആചരിക്കുന്നത് ഏത് ദിനമായാണ്? ചിങ്ങം 1 ആചരിക്കുന്നത് ഏത് ദിനമായാണ്? കർഷക ദിനം. മലബാറിലെ വിദ്യാഭ്യാസ വ്യാവസായിക പുരോഗതിക്ക് നേതൃത്വം കൊടുത്ത മിഷണറി സംഘടന. മലബാറിലെ വിദ്യാഭ്യാസ വ്യവസായ പുരോഗതിക്ക് നേതൃത്വം കൊടുത്ത മിഷണറി സംഘടന BEM. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായ ആദ്യ മലയാളി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായ ആദ്യ മലയാളി സർ C. ശങ്കരൻ നായർ. കേരളത്തിൽ പ്രകൃത്യാ തന്നെ വളരുന്ന ചന്ദനക്കാടുകൾ കാണപ്പെടുന്ന സ്ഥലം. കേരളത്തിൽ പ്രകൃത്യാ തന്നെ വളരുന്ന ചന്ദനക്കാടുകൾ കാണുന്ന സ്ഥലം മറയൂർ. ഇന്ത്യയിൽ ഏറ്റവും അധികം റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം. ഇന്ത്യയിൽ ഏറ്റവും അധികം റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കേരളം. ഇന്ത്യയുടെ വടക്കേ അറ്റം അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ വടക്കേ അറ്റം അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? ഇന്ദിരാകോൾ. ഹിരാക്കുഡ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഹിരാക്കുഡ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഒറീസ. എണ്ണൂർ തുറമുഖം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. എണ്ണൂർ തുറമുഖം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം തമിഴ്നാട്. ഇന്ത്യയിൽ കൽക്കരി നിക്ഷേപത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം. ഇന്ത്യയിൽ കൽക്കരി നിക്ഷേപത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ജാർഖണ്ഡ്. ബാമിനി സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം. ബാമിനി സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം ഗുൽബർഗ. സിന്ധു നദീതട നിവാസികൾ ആരാധിച്ചിരുന്ന മരം ഏത്? സിന്ധു നദീതട നിവാസികൾ ആരാധിച്ചിരുന്ന മരം ഏത്? ആൽമരം. സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ആദ്യത്തെ ഇംഗ്ലീഷ് സാഹിത്യകാരൻ ആര്? സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ആദ്യത്തെ ഇംഗ്ലീഷ് സാഹിത്യകാരൻ ആര്? റുഡ്യാർഡ് കിപ്ലിംഗ്.
സാമുവൽ ഹാനിമാൻ ഏത് രാജ്യക്കാരനായിരുന്നു? സാമുവൽ ഹാനിമാൻ ഏത് രാജ്യക്കാരനായിരുന്നു? ജർമ്മനി. ശുദ്ധി പ്രസ്ഥാനം ആരംഭിച്ചത് ആര്? ശുദ്ധി പ്രസ്ഥാനം ആരംഭിച്ചത് ആര്? സ്വാമി ദയാനന്ദ സരസ്വതി സ്വാമി. കുമാരനാശാന്റെ വീണപ്പൂവ് ഏത് പത്രത്തിലാണ് ആദ്യം പ്രസിദ്ധീകരിച്ചത്? കുമാരനാശാന്റെ വീണപ്പൂവ് ഏത് പത്രത്തിലാണ് ആദ്യം പ്രസിദ്ധീകരിച്ചത്? മിതവാദി. കൃഷ്ണദേവരായയുടെ സമകാലികനായിരുന്ന മുഗൾ ഭരണാധികാരി ആര്? കൃഷ്ണദേവരായയുടെ സമകാലികനായ മുഗൾ ഭരണാധികാരി ആര്? ബാർബർ. കടലാസ് ആദ്യമായി ഉപയോഗിച്ച രാജ്യം ഏത്? കടലാസ് ആദ്യമായി ഉപയോഗിച്ച രാജ്യം ഏത്? ചൈന. ശകവർഷം ആരംഭിച്ചത് എന്ന്? ശകവർഷം ആരംഭിച്ചത് എന്ന്? AD 78. കാശ്മീരിലെ ഔദ്യോഗിക ഭാഷ ഏത്? കാശ്മീരിലെ ഔദ്യോഗിക ഭാഷ ഏത്? ഉറുദു. കാലഹരണപ്പെട്ട ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? കാലഹരണപ്പെട്ട ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ക്രിപ്സ് മിഷൻ.